ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശക്തികുളങ്ങരയിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകി വരുന്നത്, അവിടെ നിന്ന് തീരത്ത് നിന്ന് കാണുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദൂരെ പ്രേക്ഷകർക്ക് കാണാം തിരമാലകൾക്കപ്പുറത്ത് കണ്ടെയ്നറുകൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഒഴുകി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എറണാകുളത്ത് നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലെയായി, തോട്ടപ്പള്ളിയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കപ്പൽ മുങ്ങിയത്. അവിടെ നിന്നും ഏകദേശം ഒരു 48 മണിക്കൂർ എടുത്താണ് ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ ശക്തികുളങ്ങര ചെറിയടീക്കൽ ചവറ ഭാഗത്തേക്ക് എത്തുന്നത്. നേരത്തെ ഹൈ പ്രോബബിലിറ്റി പറഞ്ഞിരുന്നത് ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയ്ക്കുള്ള തീരത്തായിരിക്കും ഈ കണ്ടെയ്നറുകൾ വരുന്നത് എന്നായിരുന്നു. പക്ഷേ കണ്ടെയ്നറുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്താണ്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ശക്തികുളങ്ങരയിൽ നിന്നുള്ള റിപ്പോർട്ടറിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ദിലീപ് ദേവസ്വയുണ്ട്. ദിലീപ് ഇപ്പോൾ ശക്തികുളങ്ങരയിലുണ്ട്. ദിലീപ്, നമുക്ക് ശക്തികുളങ്ങരയിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്താണ്? എത്ര കണ്ടെയ്നറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ചില കണ്ടെയ്നറുകൾ കൂടി അവിടെ ഒഴുകി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല, നമ്മളും അത് പാലിക്കണം. തീർച്ചയായിട്ടും അത് തുറന്നു കിടക്കുന്ന കണ്ടെയ്നറുകളാണെങ്കിലും നമുക്ക് കൃത്യമായ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ശക്തികുളങ്ങര മദാമത്തോപ്പിലാണ്. കടപ്പുറത്ത് വീട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്താണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയത്. ഇനി 4 കണ്ടെയ്നറുകളും ഒഴുകി വരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് കാലിയായ കണ്ടെയ്നറാണ്. 3 കണ്ടെയ്നറുകൾ ജോയിൻ്റ് ആയ നിലയിലാണ്. അത് കപ്പലിൽ നിന്ന് വീണതാകാമെന്നുള്ള സംശയം തന്നെയാണ്. ഇതിൽ വളരെ ഒഴുകി നടക്കുന്നു. അതിൽ ഒന്നുമില്ല എന്നുള്ളത് ഇതിൻ്റെ ഘടന കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒഴുകി നടക്കുകയാണ്. കൂടാതെ ദൃശ്യങ്ങളിൽ മറ്റ് കണ്ടെയ്നറുകൾ വരുന്നതായിട്ടും കാണാം. അത് ശക്തമായ തിരമാലയുള്ളതിനാൽ ഈ വെള്ള കണ്ടെയ്നർ അതിൻ്റെ സമാനമായ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ ഒരു വെള്ള കണ്ടെയ്നറുകളടക്കം കാണുന്നത്. ചേട്ടാ, ഇത് സ്ഥലം നമ്മുടെ ശക്തികുളങ്ങര പള്ളിയെടുത്ത് സെന്റ് ജോൺ ഡി പ്രൊട്ടക്ട്. എപ്പോഴാണ് നമ്മളിത് കണ്ടത്? നമ്മളൊരു 5 മണിയായപ്പോഴത്തേക്ക് ഇത് വരാൻ തുടങ്ങി. ഇതിൻ്റെ പുറകെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ വരുന്നുണ്ട്. ഇത് 4 ഒരുമിച്ചിരുന്ന ഒരു ഇതായിരുന്നു. അതിൽ ഒരെണ്ണം പൊളിഞ്ഞതിൻ്റെ പീസുകളാണ് കിടക്കുന്നത്. ഒന്ന് പൊളിഞ്ഞു പോയി. ഡോക്ടർ അരുൺകുമാർ, ഒരു കണ്ടെയ്നറിൻ്റെ വാതിൽ ഇവിടെ വെള്ളത്തിൽ കാണുന്നുണ്ട്. ആ വാതിൽ കൂടി ഒന്ന് ദൃശ്യങ്ങളിൽ കാണിക്കാവുന്നതാണ്. അബു താഹിർ, അത് ഒരു കണ്ടെയ്നറിൻ്റെ വാതിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് കാണാം. അതിനുശേഷം ഇവിടെ കണ്ടെയ്നർ ഒഴുകി പോയി എന്നാണ് പറയുന്നത്. ആ കണ്ടെയ്നറാണ് പിന്നാമ്പുറത്തൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് ഇങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് എൻ്റെ കണ്ണിൽ തന്നെ കാണാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 3ഓളം കണ്ടെയ്നറുകൾ ഒഴുകി എത്തുന്നത് കാണാവുന്നതാണ്. കുറച്ച് ദൂരെ ആയതിനാൽ ക്യാമറയ്ക്കടക്കം അതൊരു പ്രയാസകരമാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ, ചേട്ടാ, ഇങ്ങനെ കണ്ടെയ്നർ വന്നപ്പോൾ പേടി തോന്നി? ആദ്യമേ നമ്മളിങ്ങനെ ഇതിൻ്റെ എക്സ്പ്ലോസീവിൻ്റെ ഒക്കെ ഉണ്ടെന്ന്, ഓയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേടിയായിരുന്നു. പക്ഷേ ഇത് നമുക്ക് തോന്നുന്നത് എംറ്റിയാണ്, കാലിയാണെന്നാണ് തോന്നുന്നത്. ഇത് മറ്റേ ഓയിലോ അങ്ങനെയുള്ളതൊന്നും അല്ല. ഇത് ഫ്രീസർ കംപ്രസറൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മളുടെ ഈ ഫുഡ് ഐറ്റംസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിന് അഥവാ ഉണ്ടെങ്കിൽ. പക്ഷേ ഇത് കാലിയാണ്. കാലി ആയതുകൊണ്ടാണ് ഇത്രയും ഫ്ലോട്ടിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മൂവ് ചെയ്യുന്നത്. വരുന്നതും ചിലപ്പോൾ കാലി ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിൻ്റെ മേളിൽ ഇത് പൊങ്ങി കിടക്കുന്നത്. ഭാരം ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി കിടന്നില്ല, വെള്ളത്തിൽ താന്ന് നിൽക്കത്തേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇതാ വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ കിടന്ന് ഒഴുകുന്ന കണ്ടില്ലേ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പിടിച്ച് കെട്ടാവുന്ന രീതിയിലാണ് കിടക്കുന്നത്. വെയിറ്റ് ഇല്ലത്. പോലീസ് അവിടെ നിങ്ങൾ ആദ്യം വന്നില്ലേ, അവിടെ പോലീസ് കൊണ്ടുവരണം. ഡോക്ടർ അരുൺകുമാർ, പോലീസ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക് പോകുകയോ അത് സ്പർശിക്കുകയോ ചെയ്യരുതെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലത്തീരത്തേക്ക്, അതായത് ശക്തികുളങ്ങര ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇനിയും കണ്ടെയ്നറുകൾ കൂടുതൽ കൊല്ലത്തേക്ക് എത്തുന്നു. കൊല്ലം ഈ ശക്തികുളങ്ങര ഭാഗത്ത് തന്നെ കടലിൽ കുറേ കണ്ടെയ്നറുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ കരയ്ക്കെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തുന്നു. നേവിയിൽ നിന്ന് ആളെത്തുന്നു, കസ്റ്റംസിൽ നിന്ന് ആളെത്തുന്നു, അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ നിന്നും അങ്ങനെ ആളുകൾ എത്തുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ കണ്ട ആദ്യം തന്നെ ആളുകൾക്കൊരു ചെറിയ ഭീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആരും ഇത് തൊടാനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാനോ നിൽക്കുന്നില്ല. എന്തായാലും കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം തീരത്താണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. ആദ്യം ഇന്നലെ രാത്രി 10:30 കൂടി തന്നെ ചെറിയ അഴീക്കലിലാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. പിന്നെ അതിനുശേഷം പരിമണത്ത് 3 കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ശക്തികുളങ്ങര മദാമത്തോപ്പിൽ 3 കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. പിന്നീട് മറ്റ് സ്ഥലങ്ങളിലടക്കം കണ്ടെയ്നറുകൾ എത്തുന്നു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ഈ കൊല്ലം തീരദേശ മേഖലകളിലുള്ളവരോടുത്ത് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെയോ അറിയിക്കണമെന്നുള്ള ഒരു വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കണ്ടെയ്നർ ഒഴുകി നടക്കുന്നത് അതായത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എത്തി അത് പരിശോധിക്കേണ്ടതുണ്ട്. 73 കണ്ടെയ്നറുകൾ കാലിയാണെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൽ ആയിരിക്കാം ഈ വന്നിരിക്കുന്ന കണ്ടെയ്നറുകളൊക്കെ തന്നെ അത്തരം കണ്ടെയ്നറുകളായിരിക്കും ഇവിടെ അടിഞ്ഞതെന്നുള്ള ഒരു സംശയമാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇനി ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഇത് കരയ്ക്കെത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യം കരയ്ക്കെത്തിക്കുക ചെറിയ അഴീക്കലുണ്ട് കണ്ടെത്തിയ ആദ്യം അടിഞ്ഞ ആ കണ്ടെയ്നറാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഓരോന്നായിട്ട് കണ്ടെയ്നറുകൾ കരയിലേക്ക് ഒഴുകി വരുന്നത് ദൂരെ നിന്ന് കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, എനിക്ക് കണ്ടെയ്നറുകൾ വരുന്നത് കാണാവുന്നതാണ്. ആ കണ്ടെയ്നറുകൾ ഇത് ഒന്ന് കടൽ തിരമാലകൾ, വലിയ ശക്തമായ തിരമാലകളുണ്ട്. ഈ തിരമാലകളുടെ അതേ നിറം തന്നെയാണ് വരുന്ന കണ്ടെയ്നറുകൾക്കും ഉള്ളത് കൊണ്ടാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകാത്തത്. കണ്ടെയ്നറുകൾ നമുക്ക് ഈ നേരിട്ട് നോക്കുമ്പോൾ കൃത്യമായ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. അതിൽ ഒരു അപകടവും ഇല്ല എന്നത് നമ്മൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ഇതിൽ 73 കണ്ടെയ്നറുകളും കാലി കണ്ടെയ്നറുകളാണ്. ഇപ്പോൾ അടിയുന്നതിൽ പല കണ്ടെയ്നറുകളും കാലി കണ്ടെയ്നറുകളാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ ചില രാസവസ്തുക്കളൊക്കെ ഉള്ളത് അതിൽ കാൽസ്യം കാർബൈഡ് പോലെയുള്ള രാസവസ്തുക്കളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത്, കാൽസ്യം കാർബൈഡ് വെള്ളവുമായിട്ട് ലയിച്ചാൽ സ്വാഭാവികമായും അതൊരു അസറ്റിലിനും അതേപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ ഉണ്ടാകും. ഈ അസറ്റിലിൻ എന്നുള്ളത് ചെറിയ ഇൻഫ്ലേമബിൾ ആണ്, തീ പിടിക്കുന്ന ഒരു വാതകമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഭാഗത്തേക്ക് അടുത്തേക്ക് പോകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുള്ളത്. കോസ്റ്റ് ഗാർഡ് കാര്യങ്ങൾ കൃത്യസമയത്ത് വിലയിരുത്തുന്നത്. അവരുടെ സക്ഷം ഷിപ്പ് ഈ കടലിൽ ഏതെങ്കിലും എണ്ണപ്പാട പടരുകയാണെങ്കിൽ ആ പൊല്യൂഷൻ നീക്കുന്നതിന് സജ്ജമായി തന്നെ തീരപ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട്